ഓക്കെ, അപ്പോൾ ഇവിടെ ഇസഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ അറ്റോമിക് നമ്പർ അല്ലേ. മാസ് നമ്പർ എ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റോമിക് നമ്പറും പ്രോട്ടോണും ഇലക്ട്രോണും ദാറ്റ് ഈസ് സെയിം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം കൊടുത്തിട്ട് കാണാം 18 ആണ് പ്രോട്ടോണ്. അതേപോലെ അതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 18. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, നമ്മുടെ മാസ് നമ്പറാണ്. മാസ് നമ്പർ നമുക്ക് അറിയില്ല, നമുക്കത് കാണണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാസ് നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 18 22 എത്രയായിരിക്കും, 40 അല്ലേ. ഓക്കെ, ദെൻ നമുക്ക് ഇനി ആരെ വേണം, ഇലക്ട്രോണിനെ വേണം. ഇലക്ട്രോണിനെ കിട്ടണമെങ്കിൽ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് പ്രോട്ടോൺ സെയിം ആണ്. അപ്പോൾ 18. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പറായി, മാസ് നമ്പറായി, ഇലക്ട്രോണായി, ദെൻ പ്രോട്ടോൺ അവിടെ കൊടുത്തിട്ടുണ്ട് 18. ദെൻ നമുക്കിനി ആരെ വേണം, ന്യൂട്രോണിനെ വേണം. ന്യൂട്രോണിനെ നമുക്കറിയാം അറ്റോമിക് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ എ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് എന്നെ കിട്ടേണ്ടത്. അപ്പോൾ എത്രയായിരിക്കും നമ്മുടെ 11, അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം അവിടെ ഉണ്ട് ഓൾറെഡി, എന്നാലും ഞാൻ പറഞ്ഞുതരാം. 22 ആയിരിക്കും ന്യൂട്രോൺ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാവരും കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ പ്രോട്ടോണിനെ മാത്രം തന്നിട്ടുണ്ട്, നമുക്ക് ഇലക്ട്രോണിനെ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ പ്രോട്ടോൺ, എത്രയാണോ അറ്റോമിക് നമ്പർ ഉള്ളത് അത് തന്നെയായിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ഇവിടെ 18 ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് 2 ആണ്, സെക്കൻഡ് ഷെല്ലിൽ 8 ആണ്. കഴിച്ച് ബാക്കി വരുന്നത് എത്രയാണോ അതായിരിക്കും എന്ത്, നമ്മൾ ബാക്കിയുള്ള ഷെല്ലിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 10 കഴിച്ചിട്ട് ബാക്കി 8 കൊടുക്കും, പിന്നെ 8 പിന്നെ 2. ഓക്കെ, അപ്പോൾ ആ ഒരു തരത്തിലാണ് നമ്മൾ, അതായത് മാക്സിമം ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യുന്നത് 8 ഇലക്ട്രോൺ ആണ്. ഫസ്റ്റ് ഷെല്ലിൽ 2 കഴിച്ച് ബാക്കി വരുന്നത് 2 8. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷെല്ലിലേക്ക് അതിൻ്റെ ബാക്കിയാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? നമുക്കറിയാം നമ്മുടെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താണ് ആറ്റംസ് ദാറ്റ് ഹാവ്, അതായത് ഇവിടെ സെയിം അറ്റോമിക് നമ്പറാണ്, ഡിഫറെൻറ്റ് മാസ് നമ്പറാണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മാസ് നമ്പറിലാണ് ഡിഫറൻസ്, അറ്റോമിക് നമ്പർ സെയിം ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആറ്റംസ് ദാറ്റ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ബട്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി. അതായത് അവരുടെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് ഇൻ മാസ് നമ്പറിലാണ് ഡിഫറെൻറ്റ് വരിക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ദെൻ ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ ആയിരിക്കും, ബട്ട് ഡിഫറെൻ്റ് ഇൻ അറ്റോമിക് നമ്പർ അല്ലേ. അപ്പോൾ അറ്റോമിക് നമ്പറിൽ ഡിഫറെൻ്റ് ഉണ്ടാവും, പക്ഷേ മാസ് നമ്പർ സെയിം ആയിരിക്കും. അവരെയാണ് നമ്മൾ ഐസോബാർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ.